എല്ലാവർക്കും ഫോക്കസ് സ്റ്റാർ PSCയിലേക്ക് സ്വാഗതം. ഇപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സീരീസ് എന്ന് പറയുന്നത് KGTE യോഗ്യതയുള്ള പോസ്റ്റുകളിലേക്ക് നടന്ന എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ് എന്നുള്ള സെക്ഷനിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സീരീസിലൂടെ നിങ്ങൾക്ക് 10th ലെവൽ അതുപോലെ തന്നെ 12th ലെവലിലുള്ള മെയിൻ എക്സാമിന് KGTE യോഗ്യതയുള്ള പോസ്റ്റുകളിലേക്കുള്ള മെയിൻ എക്സാമിന് ഉപകാരപ്രദമാവും. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പഠിക്കുന്നത് വഴി ഏതൊക്കെ ഏരിയാസ് നിങ്ങൾക്ക് കവർ ചെയ്യണം, അതുപോലെ തന്നെ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ഏത് സെക്ഷനിലാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കഴിയും. എല്ലാ വീഡിയോസും മിസ് ചെയ്യാതെ കാണുക, അതുപോലെ തന്നെ എല്ലാ ക്വസ്റ്റ്യൻസും നന്നായിട്ട് പഠിക്കുക. ഈ വീഡിയോൻ്റെയൊക്കെ ലിങ്ക് മുകളിൽ കാണുന്ന ഐ ബട്ടണിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. ഇന്ന് നമ്മൾ എടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത് ലോവർ ഡിവിഷൻ ടൈപ്പിസ്റ്റ് 2016 നടന്ന ഒരു എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതിലുള്ള 23 കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ് ക്വസ്റ്റ്യൻസ് ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, Ctrl+U is the shortcut key for. Ctrl+U is the shortcut key for underline. അപ്പോൾ ഇത് ഷോർട്ട് കട്ട് കീ നമുക്ക് എളുപ്പത്തിൽ ഓർത്ത് വെക്കാം. അണ്ടർലൈൻ്റെ ഫസ്റ്റ് ലെറ്റർ U ആണ്. Ctrl+U എന്ന് പറയുന്നത് അണ്ടർലൈൻ്റെ ഷോർട്ട് കട്ട് കീ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് സബ് യൂണിറ്റ് ഓഫ് CPU. CPUവിൻ്റെ സബ് യൂണിറ്റ് അല്ലാത്തത് ഏതാണ് എന്നാണ്. അപ്പോൾ അതിൻ്റെ ഓപ്ഷൻസ് ഞാൻ വായിക്കാം. അരിത്തമെറ്റിക് ലോജിക് യൂണിറ്റ്, ഔട്ട്പുട്ട് യൂണിറ്റ്, മെമ്മറി യൂണിറ്റ്, കൺട്രോൾ യൂണിറ്റ്. അപ്പോൾ അതിൽ ഏതാണ് CPUവിൻ്റെ സബ് യൂണിറ്റ് അല്ലാത്തതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ALU, MU, CU, ഔട്ട്പുട്ട് യൂണിറ്റ്. അതിൽ ഔട്ട്പുട്ട് യൂണിറ്റാണ് വരുന്നത്. അപ്പോൾ CPUവിൻ്റെ സബ് യൂണിറ്റ്സ് ആണ് അരിത്തമെറ്റിക് ലോജിക് യൂണിറ്റ് അല്ലെങ്കിൽ ALU, മെമ്മറി യൂണിറ്റ് അല്ലെങ്കിൽ MU, കൺട്രോൾ യൂണിറ്റ് CU. അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ആൻഡ് റീപ്ലേസ് ഈസ് ഇൻ ദ ഡാഷ് മെനു. ഫൈൻഡ് ആൻഡ് റീപ്ലേസ് ഏത് മെനുവിലാണ് ലഭിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എഡിറ്റ് ആണ് വരുന്നത്. ആൻസർ എഡിറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, ക്ലോസ് ബട്ടൺ ഈസ് ലൊക്കേറ്റഡ് ഓൺ ദ റൈറ്റ് സൈഡ് ഓഫ്. ക്ലോസ് ബട്ടൺ റൈറ്റ് സൈഡിൽ, അതായത് ഏതിൻ്റെ റൈറ്റ് സൈഡിലാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ടൈറ്റിൽ ബാറിന്, അതായത് നമ്മുടെ വിൻഡോൻ്റെ ഏറ്റവും ടോപ്പിൽ റൈറ്റ് സൈഡിലായിട്ടാണ് വരുന്നത്. ആ ഒരു ലൊക്കേഷന് നമ്മൾ ആ ഒരു ബാറിനെയാണ് ടൈറ്റിൽ ബാർ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, മോണിറ്റർ ഈസ് ഓൾസോ നോൺ ആസ്. മോണിറ്റർ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റ്. ഇത് റിപ്പീറ്റഡ് ആയിട്ട് വന്ന ക്വസ്റ്റ്യൻ ആണ്. പിന്നെ അതുപോലെ തന്നെ VDUവിൻ്റെ ഫുൾ ഫോം എന്താണ് എന്നും ചോദിച്ചിട്ടുണ്ട്. വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, Ctrl+X ഈസ് ദ ഷോർട്ട് കട്ട് കീ ഫോർ. അനദർ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ. ആൻസർ കട്ടാണ്. Ctrl+X എന്ന് പറയുന്നത് കട്ടിൻ്റെ ഷോർട്ട് കട്ട് കീ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ഇമെയിൽ ടേം. അതായത് താഴെ പറയുന്നവയിൽ ഇമെയിൽ ടേം അല്ലാത്തത് ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ഫോർവേഡ്, ടു, ഫ്രം, ബാക്ക്വേഡ്. 4 ഓപ്ഷൻസ് ആണ്. ഫോർവേഡ്, ടു, ഫ്രം, ബാക്ക്വേഡ്. ആൻസർ ബാക്ക്വേഡ് ആണ് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, സ്പെല്ലിംഗ് മിസ്റ്റേക്സ് ഇൻ ഡോക്യുമെൻറ്റ് ടൈപ്ഡ് അപ്പിയർ വിത്ത്. അതായത് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒരു ഡോക്യുമെൻറ്റിൽ ടൈപ്പ് ചെയ്ത വേർഡിന് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അതെങ്ങനെയാണ് കാണിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ റെഡ് അണ്ടർലൈൻ. റെഡ് അണ്ടർലൈൻ ആയിട്ടാണ് സ്പെല്ലിംഗ് മിസ്റ്റേക്സ് കാണിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, അടുത്ത ക്വസ്റ്റ്യൻ, ഡാഷ് കീ ക്യാൻ ബി യൂസ്ഡ് ടു മേക്ക് എ ക്യാൻസൽ സെലക്ഷൻ മെനു. അതായത് ഏത് കീ ഉപയോഗിച്ചിട്ടാണ് ഒരു സെലക്ഷനെ ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എസ്കേപ്പ് കീ ആണ്. എസ്കേപ്പ് കീ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ പ്രോഗ്രാം ദാറ്റ് ഈസ് യൂസ്ഡ് ടു റൈറ്റ്, എഡിറ്റ് ആൻഡ് പ്രിൻറ്റ് ടെക്സ്റ്റ് ഈസ്. ദ പ്രോഗ്രാം ദാറ്റ് ഈസ് യൂസ്ഡ് ടു റൈറ്റ്, എഡിറ്റ് ആൻഡ് പ്രിൻറ്റ് ടെക്സ്റ്റ് ഈസ് വേർഡ് പ്രോസസ്സർ. വേർഡ് പ്രോസസ്സർ എന്ന് പറഞ്ഞാൽ എഴുതാനും അതുപോലെ തന്നെ എഡിറ്റ് ചെയ്യാനും ടെക്സ്റ്റിനെ പ്രിൻറ്റ് ചെയ്യാനും വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പ്രോഗ്രാമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഈസ് നോട്ട് എ കമ്പോണൻറ്റ് ഓഫ് എ സ്ലൈഡ്. താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് സ്ലൈഡിൻ്റെ കമ്പോണൻ്റ് അല്ലാത്തത്? ഓപ്ഷൻസ് പറയാം. ടൈറ്റിൽ, സബ് ടൈറ്റിൽ, ഡ്രോയിങ് ഒബ്ജക്ട്സ്, ഹാൻഡ് ഔട്ട്സ്. ടൈറ്റിൽ, സബ് ടൈറ്റിൽ, ഡ്രോയിങ് ഒബ്ജക്ട്സ്, ഹാൻഡ് ഔട്ട്സ്. ആൻസർ ഹാൻഡ് ഔട്ട്സ് ആണ്. ഹാൻഡ് ഔട്ട്സ് ആണ് ഒരു സ്ലൈഡിൻ്റെ കമ്പോണൻ്റ് അല്ലാത്തത്. അടുത്ത ക്വസ്റ്റ്യൻ, ഡാഷ് കണ്ടെയ്ൻസ് ഓൾ ദ മെനു കമാൻഡ്സ് അവൈലബിൾ ഫോർ ദാറ്റ് പർട്ടിക്കുലർ ആപ്ലിക്കേഷൻ. ആൻസർ മെനു ബാർ ആണ്. മെനു ബാർ ആണ് നമുക്ക് ഒരു പർട്ടിക്കുലർ ആപ്ലിക്കേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്
ആവശ്യമായ കമാൻഡ്സ് അവൈലബിൾ ആയിട്ടുള്ള മെനു. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ്റർസെക്ഷൻ ഓഫ് റോസ് ആൻഡ് കോളംസ് ഈസ്. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്, സെൽസ് ആണ്. ഇൻ്റർസെക്ഷൻ ഓഫ് റോസ് ആൻഡ് കോളംസിന് അറിയപ്പെടുന്ന പേരാണ് സെല്ല്. അടുത്ത ക്വസ്റ്റ്യൻ, ദ കീബോർഡ് ഷോർട്ട് കട്ട് ടു മൂവ് വൺ സെൽ ടു റൈറ്റ് ഈസ്. അതായത് ഒരു സെല്ല് റൈറ്റിലേക്ക് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് കീബോർഡ് ഷോർട്ട് കട്ട് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ടാബ് കീ ആണ്, ടാബ് കീ. അടുത്ത ക്വസ്റ്റ്യൻ, ഡാഷ് ബാർ കണ്ടെയ്ൻസ് ഡോക്യുമെൻറ്റ് നെയിം. ഡാഷ് ബാർ കണ്ടെയ്ൻസ് ഡോക്യുമെൻറ്റ് നെയിം. ആൻസർ ടൈറ്റിൽ ബാർ. അപ്പോൾ ഇതേ ക്വസ്റ്റ്യനിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യനാണ് ടൈറ്റിൽ ബാറുമായിട്ട് ബന്ധപ്പെട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ക്ലോസ് എന്നുള്ള ഓപ്ഷൻ ഏതിൻ്റെ റൈറ്റ് സൈഡിലായിട്ടാണ് വരുന്നത് എന്ന ചോദ്യമായിരുന്നു നേരത്തെ കണ്ടത്. അത് ടൈറ്റിൽ ബാർ ആണ്. ടൈറ്റിൽ ബാറിൽ ഡോക്യുമെൻറ്റ് നെയിം ഉണ്ടായിരിക്കുന്നതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, സ്മോൾ ഗ്രാഫിക്കൽ ഇമേജസ് റെപ്രസെൻറ്റിംഗ് ദ ഒബ്ജക്റ്റ്. അതായത് ചെറിയ ഗ്രാഫിക്കൽ ഇമേജ് അത് റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഒരു ഒബ്ജക്റ്റിനെ ആയിരിക്കും. ആൻസർ ഐക്കൺ ആണ്, ഐക്കൺ. അടുത്ത ക്വസ്റ്റ്യൻ, ദ ചാർട്ട് വിച്ച് ഇല്ലുസ്ട്രേറ്റ്സ് കമ്പാരിസൺസ് എമംഗ് ഇൻഡിവിജ്വൽ ഐറ്റംസ്. ദ ചാർട്ട് വിച്ച് ഇല്ലുസ്ട്രേറ്റ്സ് കമ്പാരിസൺസ് എമംഗ് ഇൻഡിവിജ്വൽ ഐറ്റംസ്. ബാർ ചാർട്ട് ആണ്, ബാർ ചാർട്ട്. അടുത്ത ക്വസ്റ്റ്യൻ, പ്രീ ഡിഫൈൻഡ് ഫോർമുലാസ് ദാറ്റ് പെർഫോം കാൽക്കുലേഷൻസ് ബൈ യൂസിങ് സ്പെസിഫിക് വാല്യൂസ് ആർ. Predefined formulas that perform calculations by using specific values are. ഫങ്ഷൻസ് ആണ് പ്രീഡിഫൈൻഡ് ഫോർമുലാസ്. അത് എന്തിനാണ് ഉപയോഗിക്കുന്നത് വെച്ചാൽ ഒരു സ്പെസിഫിക് വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാൽക്കുലേഷൻസ് പെർഫോം ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ, ടൈറ്റിൽ കേസ് ഇൻ ചേഞ്ച് കേസ്. ടൈറ്റിൽ കേസ് ഇൻ ചേഞ്ച് കേസ്, അതായത് ചേഞ്ച് കേസ് ഓപ്ഷനിൽ ടൈറ്റിൽ കേസ് എന്തിനാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്, എന്താണ് അതിൻ്റെ ഉപയോഗം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ക്യാപിറ്റലൈസ് ദ ഫസ്റ്റ് ലെറ്റർ ഓഫ് ഈച്ച് വേർഡ് ഇൻ ദ സെലക്ഷൻ. അതായത് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന ഇപ്പോൾ 2-3 വേർഡ്സ് ഉണ്ടെങ്കിൽ അതിൽ എല്ലാ വേർഡ്സിൻ്റെയും ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ടൈറ്റിൽ കേസ് ഉപയോഗിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ MS വേർഡ് ദർ ആർ ഡാഷ് അലൈൻമെൻറ്റ്സ്. MS വേർഡിൽ എത്ര തരം അലൈൻമെൻറ്റ്സ് ഉണ്ട്? 4 തരം അലൈൻമെൻറ്റ്സ് ആണ് ഉള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, ഡിലീറ്റഡ് ഫയൽസ് ആർ മൂവ് ടു. അനദർ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ, റീസൈക്കിൾ ബിൻ. റീസൈക്കിൾ ബിന്നിലേക്കാണ് ഡിലീറ്റ് ആയിട്ടുള്ള ഫയൽസ് മൂവ് ചെയ്യപ്പെടുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്യാപിറ്റൽ D ഈസ് യൂസ്ഡ് ഫോർ. ക്യാപിറ്റൽ D ഉപയോഗിക്കുന്നത് 500 റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ആഫ്റ്റർ ദ ഇൻട്രോഗേഷൻ മാർക്ക് ഡാഷ് ഷുഡ് ബി ലെഫ്റ്റ്. എത്ര സ്പേസ് ആണ് ഇൻട്രോഗേഷൻ മാർക്കിന് ശേഷം വേണ്ടത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ 2 സ്പേസ് ആണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് 23 ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്കായി ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.